നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ചായ കാച്ചലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചായ കാച്ചൽ എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ നിന്നും ആ എഡിറ്റിങ്ങിൻ്റെ സ്റ്റൈൽ റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സീരീസാണ് ചായ കാച്ചൽ. അപ്പോൾ ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എഡിറ്റിംഗ് ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തിരിക്കാൻ നികുതാറിനായിരുന്നു പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി പോയിട്ട് താമസിക്കേണ്ട, നമുക്കും കൂടെ വീഡിയോയിലോട്ട്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ കമ്മലിൻ്റെ താഴെയുള്ള മുത്തുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സ്നാപ്സീഡിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാപ്സീഡിലോട്ട് പോകാം. അപ്പോൾ ഏകദേശം അതേപോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനിവിടെ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ടൂളിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ എടുക്കും. അപ്പോൾ ടൂൾ എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ പ്രീസെറ്റുകൾ കാണാൻ പറ്റും. പല പല രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രീസെറ്റാണ് സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം ഇതിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാം. അതല്ല കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കുറയ്ക്കാം. പിന്നെ ഫോട്ടോയിൽ ഗ്രെയിൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, അത് 0 ആക്കി ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെയുള്ള ഈ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ, ഈ കമ്മലിൻ്റെ ഈ താഴെ ഭാഗം മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കളറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ടോപ്പിലായിട്ട് എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് ഇവിടെ വ്യൂ എഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് നീല കളർ കിടപ്പുണ്ട്. അത് കൊടുത്തിട്ട് 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നടുക്കുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ താഴെ ഇൻവെർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും പഴയതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാല്യൂ 0 ആക്കി ഇട്ടതിന് ശേഷം ഫോട്ടോ മാക്സിമം സൂം ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കളർ കൊണ്ടുവരാനുള്ളത് അവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ വരയ്ക്കുന്ന ടൈമിൽ പെട്ടെന്ന് പുറത്തോട്ടെങ്ങാനും പോയെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂ കൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് പോയ ഭാഗത്ത് വരച്ചാൽ മതി. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂ 0 ആക്കിയിട്ടിട്ട് ബാക്കി ഭാഗം കൂടെ മാച്ച് കളയാണ്. ഇപ്പോൾ ഞാനിവിടെ വരച്ചപ്പോൾ ഇവിടെ വീണ്ടും കുറച്ച് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂ കൂട്ടിയിട്ടിട്ട് അവിടെ വീണ്ടും പഴയതുപോലെ ആക്കിയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെയുള്ള ഈ ടിക്ക് മാർക്ക് കൂടെ അങ്ങ് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2 ഫോട്ടോകൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.